അങ്ങനെ ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ അരുണിനെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം അരുണിൻ്റെ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും എവിടെയോ കണ്ടായിരുന്നു. ആ, അരുണ് പിന്നെ എനിക്ക് തോന്നുന്നു പെന്തിക്കോസ്തീന്ന് അവിടുന്ന് വന്ന ഒരാളാണല്ലോ. അവിടുന്ന് വിട്ടുപോകുന്ന ഒരാളല്ല. അപ്പം അരുൺ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് സമാനമായ അനുഭവങ്ങളോട് ഞാനും എൻ്റെ സഭയിൽ, അതായത് അരുൺ പെന്തിക്കോസ്താണ്, ഞാൻ യഹോവസാക്ഷിയാണ്. ഓക്കെ. അപ്പം അതേ അവസ്ഥയിൽ കൂടെയാണ് ഞാനും കടന്നു വന്നിട്ടുള്ളത് എൻ്റെ ചെറുപ്പകാലം മുതൽ. ആ, ഈ ഏകദേശം ഒരു 2-3 വർഷം മുന്നേ വരെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അരുണുമായിട്ട് സംസാരിക്കാൻ തോന്നി എനിക്ക്. എനിക്ക് അതേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാനും വളർന്നു വന്ന സാഹചര്യത്തിൽ ഈ മതം കാരണം, ഈ യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞൊരു മതം കാരണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. ഒരു 2 വർഷം ആയതേ ഉള്ളൂ. ഈ എന്താ വിശ്വാസം നഷ്ടപ്പെട്ടോ അതോ എങ്ങനെയാണ്? വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ 2 വർഷം മുന്നേ, 3 വർഷം, ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് മുന്നേ വരെ ഞാൻ നല്ല വിശ്വാസിയായിരുന്നു. അപ്പോൾ ആ വിശ്വാസം പോകാനുള്ള കാരണം ആദ്യം പറഞ്ഞാലേ ഇതിനകത്തേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം വിശ്വാസം പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്ന ഓർമ്മയുണ്ടോ? ഒരു മാർട്ടിൻ എന്ന് പറഞ്ഞൊരു പുള്ളിയല്ലേ? മാർട്ടിൻ ബോംബ് ഇട്ടത്. അപ്പോൾ ആ സമ്മേളനത്തിന് ഞാൻ പോകേണ്ടതായിരുന്നു. ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. എനിക്ക് വേറെ സാഹചര്യത്തിൽ എനിക്ക് പോകാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതായത് വൈഫിന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഈ നമ്മുടെ സമ്മേളനം എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ മുൻകൂട്ടി ജോലിയൊക്കെ ലീവൊക്കെ മേടിച്ച് വേണം ഇതിനൊക്കെ പോകാൻ. 3 ദിവസം പരിപാടിയാണല്ലോ. അപ്പോൾ നേരത്തെ ലീവൊക്കെ മേടിച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് വൈഫ് പറഞ്ഞു എനിക്ക് ജസ്റ്റ് അവിടെ ഓഫീസിലൊന്ന് കയറിയിട്ട് വേണം, നമുക്ക് സമ്മേളന സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറിയപ്പോൾ ഒരു 1 മണിക്കൂർ താമസിച്ചു. 1.5 മണിക്കൂർ താമസിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഞാൻ അറിഞ്ഞു അവിടെ പൊട്ടി നടന്നു. അപ്പം ഇൻ കേസ് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും പിള്ളേരൊക്കെ അവിടെ അന്ന് 9 പേര് മരിച്ചു. കുറേ പേർക്ക് പരിക്ക് പറ്റി. അപ്പം അതും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ പൊട്ടിയത്. അപ്പം പിന്നെ യഹോവ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ദൈവമാണെന്നാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ചെറുപ്പക്കാലത്ത്. അപ്പം പുള്ളിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പൊട്ടാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു പവറും ഇല്ല എന്നുള്ള മനസ്സിലായി എനിക്ക്. അതെ. അപ്പം അതിലും ഭേദം മാർട്ടിനാണ് പറഞ്ഞത്. ഇപ്പോൾ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി മാസങ്ങൾക്ക് മുന്നേ അത് ഉണ്ടാക്കി അയാൾ ബൈക്കെ വന്ന് കൊണ്ട് നടന്ന് പൊട്ടിക്കുന്നോളം വരെ ദൈവം ഇടപെട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വേസ്റ്റാണ്, ഈ പുള്ളി വെറും വേസ്റ്റായ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി എനിക്ക്, ഈ യഹോവ എന്ന് പറഞ്ഞ പുള്ളി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത്. എന്നാലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വായിച്ചു. ഇതിപ്പോൾ എന്താണെന്നൊരു ഡൗട്ട് അടിച്ചപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിളിനകത്ത് ഈ യഹോവ വെറും ഫ്രോഡാണെന്ന് മനസ്സിലായി. അതുവരെ നമ്മൾ ബൈബിൾ വായിച്ചത് ഭയങ്കര പുണ്യ ഗ്രന്ഥമായിട്ടാണ് വായിച്ചുകൊണ്ടിരുന്നത്. എല്ലാം പുള്ളി ചെയ്ത കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടേ പോലും അപ്പം അതെല്ലാം ദുഷ്ടന്മാരെ കൊന്ന കഥകളായിരുന്നതായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് നമ്മുടെ കാരണന്മാർ. അതെല്ലാം ഈ ഉടായിപ്പ് പരിപാടിയാണ് മുഴുവൻ കാണിച്ചേക്കുന്നത്. ഉൽപ്പത്തി 1 മുതൽ തുടങ്ങിയാൽ തന്നെ ഉടായിപ്പ് പരിപാടികളാണ്. അപ്പം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും തലച്ചോറും ഒക്കെ വെച്ച്, പിന്നെ അരുൺ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തലച്ചോറ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പഴയതെല്ലാം മാറ്റി വെച്ചിട്ട് വ്യക്തമായിട്ടൊന്ന് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പക്ക ഉടായിപ്പാണ് യഹോവ എന്ന് പറഞ്ഞ പുള്ളി. ഒരു ഗുണമില്ല, ഒരു മെനയില്ലാത്തൊരു മനുഷ്യനാന്ന് മനസ്സിലായി, ദൈവമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇതിനകത്ത് ഒഴിവാകാനുള്ള കാരണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഫോടനം നടന്നത് തിരിച്ച് ചിന്തിപ്പിച്ച്. അതെ, അതെ, അതെ. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് വരെ ഒരു സംശയവും ഇല്ലാത്ത പൂർണ്ണ വിശ്വാസിയായിരുന്നു? എൻ്റെ അരുണ് അതിന് മുന്നേ പൂർണ്ണ വിശ്വാസി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ ഒന്നാമത്തെ കാര്യം ഈ യഹോവയുടെ ദേശം, പിന്നെ അരുൺ പറഞ്ഞല്ലോ പെന്തിക്കോസുകാർ വർഗീയത ഭയങ്കരമാണെന്ന് പറഞ്ഞല്ലോ. സ്വന്തം മതം അല്ലെങ്കിൽ എന്തോ അന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞില്ല, ഞാൻ വീഡിയോ കുറച്ച് ദിവസമായി കണ്ടിട്ട് ആ വീഡിയോ. തീവ്ര വർഗീയ പ്രസ്ഥാനം എന്നാണ് ഞാനെപ്പോഴും അതിനെ പറയാറ്. ആ അത് തന്നെ അത്. അതിന് മേലെയുള്ള വർഗീയ പ്രസ്ഥാനമാണ് ഈ ഓടതാശികളൊക്കെ പറയുന്നത്. കാരണം ചെറുപ്പം മുതലേ അങ്ങനെയാണ്. ഞങ്ങളൊക്കെ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഈ സാക്ഷിയായിരുന്നു. അപ്പൻ്റെ അമ്മയുടെ അമ്മയും അപ്പനും സാക്ഷിയാണ്. ഇത് കേരളത്തിലെ ഏതോ പുരാതന കുടുംബത്തിൽ നിന്ന് വന്ന വലിയ തലമുറക്കാരായിരുന്നു. അപ്പൊ ആദ്യം വന്ന ഈ മിഷണറിമാർ വന്ന് സാക്ഷിയാക്കിയാണ് എൻ്റെ വല്യപ്പൻ. അപ്പം അപ്പൻ അപ്പനും ഭയങ്കര തീവ്രവാദിയായിരുന്നു. അപ്പം ഞങ്ങളെ ചെറുപ്പം മുതലേ വളരെ തീവ്രമായിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അതായത് പിന്നെ പുറത്തുള്ള പിള്ളേരുമായിട്ട് കണക്ഷൻ ഇല്ല. അവരുടെ കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ നശിച്ച പിള്ളേരാണ്. വേറെ കൂട്ടുകെട്ടിൽ പോയി കഴിഞ്ഞാൽ നശിച്ചു പോവും. അതുപോലെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും ജനഗണമന പറഞ്ഞതറിയാമോ? അങ്ങനെ സംഭവം അറിയാമോ? ഞാനത് ഈയിടയ്ക്കൊരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു. പിള്ളേരെ ഇങ്ങനെ ജനഗണമന പാടില്ല എന്ന് പറഞ്ഞ് അവസാനം കോടതിയിൽ പോയി അവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയൊക്കെ നേടിയെടുത്തൊരു ന്യൂസ് ഞാൻ ഈയിടയ്ക്ക് കണ്ടിരുന്നു.
ഈ ഇടയ്ക്ക് ഏതാണ്ട് എനിക്ക് അറിയത്തില്ല. ഇതിനു മുന്നേ ഒരു വർഷങ്ങൾക്ക് മുന്നേ ഒരു എനിക്കൊന്നൊരു 80കളിൽ അല്ലെങ്കിൽ 80കളിൽ 70 ലാസ്റ്റ് 80കളിലാണ് ഉണ്ടായെന്ന് തോന്നുന്നു. ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട് നമ്മുടെ കോട്ടയത്തുണ്ട്. പുള്ളി കേസിനൊക്കെ പോയി പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹൈക്കോടതി സുപ്രീം കോടതി തന്നെ ഒരുപാട് വിധിയൊക്കെ നേടിയിട്ടുണ്ട് പുള്ളി. അതിനോട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളെ ഓരോ സ്കൂൾ മാറ്റുവാണ്. ഈ ജനഗണമന പ്രശ്നം കാരണം ഓരോ സ്കൂൾ മാറ്റി 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 ഞങ്ങളെ പഠിപ്പെല്ലാം കുളമാക്കി. അത് മാറ്റുന്നതിൻ്റെ കാരണം എന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില മാനേജ്മെന്റ് പറയും ഞങ്ങൾ എല്ലാവരും പാടണമെന്ന് പറയും. അപ്പോൾ പറയും നമ്മുടെ ഫാദർ പറയും പാടാൻ പറ്റില്ല എന്ന് പറയും. അപ്പം നമ്മൾ പാടിക്കഴിഞ്ഞാൽ എന്തോ വലിയ ജനഗണമന പാടിക്കഴിഞ്ഞാൽ എന്തോ ഭയങ്കര തെറ്റാന്നുള്ള രീതിയിലാണ് ഈ പഠിപ്പിച്ച് വെച്ചേക്കുന്നത്. മതം അതാണ് പഠിപ്പിക്കുന്നത്. ആ അപ്പം ഇങ്ങനെ പാടാൻ പറ്റില്ല. അപ്പം നമ്മളും അത് പേടിച്ചിരിക്കണം. നമ്മൾ ചെറുപ്പം മുതലേ ഇതാണ് നമ്മുടെ തലയിലേക്ക് കുത്തിക്കയറ്റി വെച്ചേക്കുന്നത്. നമ്മുടെ തലച്ചോറിൽ അതാണ് പ്രവർത്തിക്കണേ ഇരുന്നിട്ട്. അപ്പം നമ്മളും അതിനനുസരിച്ച് അപ്പൻ്റെ കൂടത്തുള്ളൂ. നമുക്കറിയാമോ അന്നത്തെ കാലമല്ലേ, ആ അതായത് 10-40 വർഷം മുന്നത്തെ കാര്യമല്ലേ, ഏകദേശം 10-35 വർഷം മുന്നത്തെ കാര്യമല്ലേ. ഉം. അപ്പോൾ ഇങ്ങനെ ഓരോ സ്കൂൾ മാറി മാറി പോകും. അപ്പോൾ ഓരോ സ്കൂളിൽ ചെല്ലുമ്പോൾ പറയും അവർ പാടാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഒരു വർഷം അവിടെ ഇങ്ങനെയൊക്കെ കടിച്ചു പോയി നിൽക്കുന്നിട്ട് പറയും അടുത്ത സ്കൂളിൽ കൊണ്ടുപോകും. അങ്ങനെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പോൾ വിദ്യാഭ്യാസം പാടില്ല. അതായത് സാക്ഷികൾ പറഞ്ഞ വിദ്യാഭ്യാസം വേണ്ടെന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൽ ഒരു കാര്യമില്ല എന്ന് പറയുന്നത്. മരണാനന്തര ജീവിതമാണെന്നുള്ളതാണോ? മരണാനന്തര ജീവിതം, മരണാനന്തരം അല്ലെങ്കിൽ ജീവനോട് നമ്മൾ കുറേ ദിവസം പോയി അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പുനരുദ്ധാനപ്പെടും. ഇതാണ് നമ്മുടെ ഒരു പഠിപ്പിക്കുന്നത്. ഈ പൊട്ടപ്പുരമാണ് പഠിപ്പിക്കും. ഈ പൊട്ടപ്പുരം ഞാൻ ഇത്രയും നാളും കേട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഭയങ്കര കുറ്റബോധമുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. 2-3 വർഷം ആയിട്ട് ഇതിന് മാറാൻ പറ്റി. എന്നാലും പൂർണ്ണമായിട്ട് മാറാൻ പറ്റിയിട്ടില്ല. നമുക്ക് ആ ഒരു കുട്ടിക്കാലത്തു നിന്ന് തന്നെ ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു കുട്ടിയായിരിക്കെ ഇങ്ങനെ സ്കൂൾ മാറുന്നത് നമ്മളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യും. ഇത് ചിലപ്പം യഹോവ സാക്ഷി എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കത്തില്ല. എന്തായാലും ഇപ്പം ഈ വിളിക്കുന്ന വ്യക്തിയുടെ ഓരോ വർഷം ഓരോ സ്കൂളിൽ പോകുന്നതിനനുസരിച്ച് നമുക്കൊരു സോഷ്യൽ സർക്കിൾ ഇല്ല. നമ്മൾ ഒരുപാടുമായിട്ടൊന്ന് കൂട്ടായി വരുമ്പോഴേക്കും ഉടനെ നമ്മൾ അടുത്ത സ്കൂളിലേക്ക് പോകും. നമ്മൾ അവിടെയുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരുമ്പോഴേക്കും അടുത്ത സ്കൂളിലേക്ക് പോകുന്നു. അത് നമ്മുടെ സോഷ്യൽ സർക്കിളിനെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു ഞാനും അങ്ങനെ തന്നെ കണ്ടുകൊണ്ടിരുന്ന ആളാണ് പെന്തക്കോസ്താണെങ്കിൽ കൂടി. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസത്തിനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഇതേപോലെ ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ളൊരു ഉപാധിയായിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു നിലയ്ക്കാണ് നിങ്ങളെയും പറഞ്ഞ് പഠിപ്പിക്കുന്നതെന്ന്. അപ്പം എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിനെ കണ്ടുകൊണ്ടിരുന്നത്? ഈ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു വിദ്യാഭ്യാസം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, അതിനെ എങ്ങനെയാണ് നോക്കി കണ്ടുകൊണ്ടിരുന്നത്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സഭ പഠിപ്പിക്കുന്ന പറയുകയാണെങ്കിൽ ഇപ്പോൾ പോലും ഒരു +2 വരെയൊക്കെ പഠിച്ചാൽ മതി. പ്രാഥമിക വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് ദൈവവേലയ്ക്ക് പൊക്കോളാനാണ് പറയുന്നത്. മെയിൻലി ഇപ്പോഴും അവരത് തന്നെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ കുറേ പൊട്ടന്മാരുണ്ട്. പക്ഷേ എന്നാലും നല്ല ശതമാനം ഇപ്പം കുറച്ച് ബോധമുള്ളവരൊക്കെയാണ് ഇപ്പം. അവർ പഠിപ്പിക്കാനൊക്കെ വിട്ട് അവർ ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഇവർ ഇപ്പോൾ അതായത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് തന്നെയായിരുന്നു. പഠിക്കൊന്നും വേണ്ട, ദൈവവേലയ്ക്ക് കുറച്ച് പഠിച്ചാൽ മതി, എന്തിനാ ഒരുപാട് പഠിക്കുന്നത്. ഇപ്പം അങ്ങനെയുള്ള ഇതാണ്, പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പഠിക്കണം, അത് നമുക്ക് പറഞ്ഞു തരാൻ ആളില്ല. നമ്മുടെ കൂടത്തെ ഉള്ളവരും സ്വന്തക്കാരും ഒക്കെ ഈ ടീമുകളാണ്. അപ്പം ഇവരെല്ലാം ഇങ്ങനെയാണ് പറയുള്ളൂ. നമ്മുടെ അന്നത്തെ കാലത്ത് എല്ലാവരും ഒരു 10ാം ക്ലാസ്സൊക്കെ ഏതോ പഠിച്ചു നിർത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. 10 അല്ലെങ്കിൽ ഡിഗ്രി ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ഡിഗ്രിയൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഠിച്ച് കുറച്ച് ബോധമൊക്കെ ആക്കി എനിക്ക് തോന്നുന്നത്. പഠിച്ച് കുറച്ച് ബോധമൊക്കെ പിള്ളേർക്ക് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ചോദ്യം ചെയ്യും ഈ മതപ്രസ്ഥാനങ്ങളെയൊക്കെ. അതൊക്കെ ആയിരിക്കാം ഒരു പരിധി വരെ കാരണങ്ങളെന്ന് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത്. പക്ഷേ ഇന്നത്തെ കാലത്ത് പഠിക്കുന്നുണ്ട് പിള്ളേരൊക്കെ. പക്ഷേ എന്നാൽ പോലും അവർ +2 കഴിഞ്ഞ് പഠിക്കാതെ പ്രോത്സാഹിപ്പിക്കത്തില്ല. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ദൈവവേലയ്ക്ക് പൊക്കോളാൻ പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പം നമ്മുടെ സഭയിൽ ഈ പാസ്റ്റർമാരെന്ന് പറഞ്ഞ ടീമുകളുണ്ട്. അപ്പം ഈ നമ്മുടെ സഭയിൽ പറയുന്ന മൂപ്പന്മാരെന്നാണ് പറയുന്നത്. അപ്പം ഈ മൂപ്പന്മാരുടെ മക്കളെ ഇപ്പം നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ മൂപ്പന്മാരുടെ മക്കളെ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഹയർ സ്റ്റഡീസിന് പുറത്ത് എവിടെയെങ്കിലും വിടാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വിടാൻ പറ്റും. വിടുകയാണെങ്കിൽ ഇവരുടെ ഈ മൂപ്പൻ സ്ഥാനം എന്ന് പറഞ്ഞ സ്ഥാനം, ഈ പാസ്റ്ററുടെ സ്ഥാനം രാജിവെക്കണം. ഓ കാരണം മാധവിയില്ലെന്ന്, സ്വന്തം പിള്ളേരെ പഠിപ്പിക്കാനും വിട്ടിട്ട് പുള്ളി മൂപ്പനായിട്ടേക്കാൻ യോഗ്യതയില്ലെന്ന് ഇപ്പോഴും നടക്കും. ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു 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 കൊണാണ്ടർ മൂപ്പൻ അവൻ എനിക്കറിയാവുന്നതാണ്. അവൻ്റെ കൊച്ച് ഒരു BSc നേഴ്സിംഗ് 2ാം വർഷം പഠിച്ചുകൊണ്ട് ഇങ്ങനെ നിയമം വന്നിട്ട് ഒരു 3-4 വർഷം ആയുള്ളൂ. ഒരു 4-5 വർഷം മുന്നത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു 5 വർഷമായി നിയമം വന്നിട്ട്. ഈ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നതാണ്. അതായത് മൂപ്പൻ എന്ന് പറയുന്ന ആളുടെ മക്കൾ പഠിക്കാനായി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ ഒരു സ്ഥാനം ഇപ്പോൾ വന്ന നിയമമാണ്.
ഇപ്പൊ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 വർഷം മുന്നേ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 6 വർഷം 7 വർഷം കൂട്ടിക്കോ, മാക്സിമം ഒരു 7 വർഷം, ഓക്കെ. അല്ലെങ്കിൽ അത് 10 വർഷത്തിനുള്ളിൽ. 10 വർഷത്തിനുള്ളിലാണ് ഇങ്ങനെ ഒരു നിയമം വന്നത്, കടുത്ത നിയമം വന്നത്. മൂപ്പൻ എന്ന് പറഞ്ഞ ആളുടെ മക്കളെ പഠിക്കാൻ വിടുവാണെങ്കിൽ മൂപ്പസ്ഥാൻ രാജിവെക്കണം. അപ്പം എന്നിട്ട് ഇന്നത്തെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉള്ളവർ ചിലർ ഈ അധികാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഇപ്പം അറിയാലോ, പാസ്റ്റർമാരുടെ കാര്യങ്ങളൊക്കെ അറിയാലോ അതിന്. അതെ. പക്ഷേ അപ്പം ഇവിടെ ഇവർക്ക് ഈ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണ് ഇവർ. ഈ മൂപ്പനായി കഴിഞ്ഞാൽ പിന്നെ എന്തോ ഈ ഒരു മന്ത്രിയുടെ പവറാണ് ഇത്. നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർക്കുണ്ടാവില്ല അത്രയും പവർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവരെന്നിട്ട് ഞാൻ ഒറ്റ കാര്യം പറയാം, എനിക്ക് അറിയാവുന്നൊരു കാര്യങ്ങൾ. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ലയത്തിൽ താമസിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. പുള്ളി മൂപ്പനാണ്. ഇവന്റെ കൊച്ച് പ്ലസ് ടു നല്ല പഠിക്കുന്നത് വെച്ചാൽ അവൾക്ക് പിന്നെ ഗവൺമെന്റ് കോളേജിൽ ഞങ്ങളുടെ പിന്നെ മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ BSc നഴ്സിംഗിന് പഠിക്കാൻ പറ്റും 10 പൈസ കൊടുക്കാതെ. ഈ കൊച്ചി 2-ാം വർഷം BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവന്റെ 30 പോകുന്ന ഈ കൊച്ചിനെ തിരിച്ചു വിളിച്ചു. ശോ. ഒന്ന് ആലോചിച്ച് കഴിയും. ഇവൻ ഈ കൊച്ചിനെ തിരിച്ചു വിളിച്ചിട്ട് ഈ കൊച്ചിന് ഭയങ്കര മാനസിക വിഷമമായി. അവിടുന്ന് വിളിക്കാൻ തുടങ്ങിയ ആൾക്കാർ, ടീച്ചർമാരും പിള്ളേരും. ഈ കൊച്ചെന്താ പറയുക, നല്ല പഠിക്കുന്ന മിടുക്കിയായ കൊച്ചല്ലേ. എന്നിട്ട് ഇവൻ വിളിച്ചു വരുത്തി അതിന് അവസാനം അതിന് പിന്നെ മാനസിക പ്രശ്നമായി, എന്തൊക്കെയായി, അത് കഴിഞ്ഞ് എന്തൊക്കെയായെന്ന് ഒരു പിടിപാടും ഇല്ല എനിക്ക്. ഇപ്പം എനിക്ക് അറിയത്തില്ല എന്തായി ആ അവസ്ഥ, കൊച്ചിൻ്റെ അവസ്ഥ എന്നുള്ളതൊന്നും. അപ്പം അങ്ങനെയാണ് ഈ മതം ഇങ്ങനെ പഠിപ്പിച്ച് മതത്തിൻ്റെ ഒരു പ്രശ്നം അതാണ്. നമ്മുടെ ഈ സാക്ഷികളുടെ ഒരു പ്രശ്നം അതാണ്. ബേസിക്കലി പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരു എപ്പിസോഡായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ട് ഇവരുടെ ഈ പ്രശ്നങ്ങളുടെ. അതാണ് ഒരു ഇൻസിഡന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ അതാണ് സംഭവം. ഈ പഠിപ്പിക്കാൻ വിടത്തില്ല ഇവര്. ഞാനിത് കേട്ടിട്ടുണ്ട്, ഇവർ ഭയങ്കര തീവ്രതയാണ്, പെന്തക്കോസ്തുകാരൊക്കെ ഒന്നുമല്ല ഇവരുടെ മുമ്പിൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യഹോവ സാക്ഷിയായിട്ട് ഞാൻ ഇത്രയും നേരിട്ട് യഹോവ സാക്ഷി ഒരു വ്യക്തിയെ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും ആദ്യമായിട്ടാണ്. ഈ ഇവിടുത്തെ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ സ്വീഡനിൽ വന്നതിന് ശേഷം, ഞാൻ ഈ ജീവിക്കുന്നതിന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു യഹോവ സാക്ഷി സഭയുണ്ട്. ഞാനിവിടെ വന്ന് ഇപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു. അതിനുള്ളിൽ 2 പ്രാവശ്യം എനിക്കിവിടത്തേക്ക് കത്ത് വന്നിട്ടുണ്ട്. ഏതോ ഒരു അമ്മച്ചി കൈ വിറച്ചിട്ട് 2 കൈയും കൂട്ടിപ്പിടിച്ച് എഴുതി ആ ഒരു അക്ഷരം കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെ നമ്മുടെ പോസ്റ്റ് കാർഡ് ഉണ്ടല്ലോ നാട്ടിലൊക്കെ ഫ്രണ്ടിൽ. അവർ വീട്ടിൽ ഇരിക്കുന്ന അമ്മച്ചിമാരെ അത് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അവർ എഴുത്തില്ല. ഭയങ്കര തീവ്രതയാണ് ഇവരെ അങ്ങനെയാണ് ഈ കുത്തിവെച്ച് ഈ വിഷം കുത്തിവെക്കുന്ന പോലെ തന്നെ ഈ മതം കുത്തിവെച്ച് പഠിപ്പിക്കുന്ന തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തീവ്രതയാണ്. ഇവരെ മരിക്കുന്നോളം വരെ അതാണ്. അത് ഞാനന്നേരം ആലോചിച്ചു. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും സമയമായുള്ളൂ, അതിനുള്ളിൽ അവർ അഡ്രസ്സും തപ്പിപ്പിടിച്ച് നമുക്ക് രണ്ട് പ്രാവശ്യം, അത് 1 പ്രാവശ്യം പോലും ഇല്ല, 2 പ്രാവശ്യം കത്തയച്ച്. അന്നേരം എൻ്റെ പാർട്ണർ സ്വീഡിഷാണ്. അപ്പോൾ പുള്ളിക്കാരിയോട് ഇവരുടെ കാര്യം പറഞ്ഞു. ഇത് യഹോവ സാക്ഷികളാണ്, കത്ത് കാണുന്നതിന് മുമ്പേ പറഞ്ഞ് ഇവരിങ്ങനെയാണ് എന്ന് വെച്ചാൽ കുറച്ച് ഭ്രാന്തുള്ള ആൾക്കാരാണെന്ന രീതിയിൽ പുള്ളിക്കാരി പറഞ്ഞു. അന്നേരമാണ് ഞാൻ കുറച്ചുകൂടി ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കുന്നത്. അയ്യോ, ഇത്രയും പ്രായമായ ഒരു വ്യക്തി പോലും കുത്തിയിരുന്ന് അവരൊരു സ്റ്റാമ്പ് പേപ്പർ അല്ല, എന്താണ്, പോസ്റ്റ് കാർഡും വാങ്ങി എൻ്റെ അഡ്രസ്സും കണ്ടുപിടിച്ച് കുത്തിയിരുന്ന് എഴുത്തെഴുതി അത് പോസ്റ്റ് ചെയ്ത് മെനക്കെടുക എന്നുള്ള ആ ഒരു മെനക്കേട് അവർ അതിനുവേണ്ടി ഇരിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു തീവ്രതയെക്കുറിച്ച് ഞാൻ അന്നേരമാണ് ചിന്തിച്ചത്. അരുണ, ഇതിന്റെ തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നിങ്ങളുടെ പാസ്റ്റർമാർക്ക് സാലറി ഉണ്ടെന്ന് നടക്കില്ല. എൻ്റെ അറിവിൽ ഈ യഹോവയുടെ സാക്ഷികളിലെ ആൾക്കാർക്ക് ഈ ഗ്രൂപ്പിനായാലും അതിന്റെ തൊട്ട് താഴെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവിടെ സേവിക്കുന്നവർ ഈ വീട് തോറും ഇങ്ങനെ പോകും. ഇവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്യണേ ഇവരുടെ സൊസൈറ്റി ഉണ്ട്, JW സൊസൈറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. JW അതെ. അറിയുന്നൊക്കെ പറഞ്ഞു. ഇവരുടെ വലിയ കേന്ദ്രമൊക്കെ ഉണ്ട് അമേരിക്കയിലാണ് ഇവരുടെ ഹെഡ് ഓഫീസൊക്കെ. ഇവരൊന്നും പൈസ മേടിച്ചില്ല, ഇവരൊന്നും പൈസ കൊടുത്തിട്ടില്ല, ഇവരെല്ലാം സ്വമേധയെ ചെയ്യണം. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭ്രാന്ത് എന്ന് പറയുന്നതിൻ്റെ അങ്ങേയറ്റം വരുന്നത് ഇതാണ്. ഇവരെല്ലാം സ്വന്തം പൈസ മുടക്കിയിട്ടാണ് ഇവരെല്ലാം ഈ പണി ചെയ്യുന്നത്. വീടുകളിൽ ഇങ്ങനെ പോകുന്നു. നാട്ടിപ്പോയിക്കാതെ അറിയാം, ഈ ശനിയാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം വീടുകളിൽ കൂടെ കയറി വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കാരണം നേരത്തെ പറഞ്ഞു ഇവർ വിദ്യാഭ്യാസത്തിനെ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പം അല്ലെങ്കിൽ ഇതിലെ ഒരു സുവിശേഷകനായിട്ട് അല്ലെങ്കിൽ പാസ്റ്ററാവാൻ, മൂപ്പനാവാൻ ഒക്കെയാണ് ഇവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം നിലനിൽപ്പെന്ന് പറയുന്ന ഒരു കാര്യം അത്യാവശ്യമല്ലേ? ഈ ചെലവിനായിട്ടപ്പം എങ്ങനെയാണ് ഇവരുടെ പണം? അത് ഭയങ്കര കോമഡിയാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആഴ്ചയില് 2 മീറ്റിംഗാണ് ഇവർക്കുള്ളത്, ഞായറാഴ്ചയും വ്യാഴാഴ്ചയും. അപ്പൊ ഞായറാഴ്ച 2 മണിക്കൂർ പരിപാടിയുണ്ട്, വ്യാഴാഴ്ച വൈകുന്നേരം ഒരു 5 മണി മുതൽ. അപ്പോൾ ഓരോ സമയം അനുസരിച്ച് ചിലപ്പോൾ 5:30 മുതൽ, ചിലപ്പോൾ 6 മണി 8 മണി വരെ, അല്ലെങ്കിൽ 5 മണി 7 മണി വരെ. ആഴ്ച 2 പരിപാടികളാണ് ആഴ്ചയിലുണ്ട്. ഇത് ഒരുത്തിന് പണിക്കും വിടത്തില്ല ഇവരെ.
ഇവരുടെ സിസ്റ്റത്തിന്റെ ഈ ലൂപ്പിൽ നമ്മൾ കിടന്ന് കറങ്ങുകയാണ്. നമ്മളൊരു ഒരു ചുഴിക്കകത്ത് പെട്ടാൽ നമ്മൾ എന്ത് വരും? ഇങ്ങനെ കറങ്ങും. നമ്മളവിടെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയും. നമ്മൾ ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ പണി ചെയ്യുന്ന എത്ര ദിവസം അറിയാം? ഒരാള് പണി ചെയ്യുന്നത് ഇപ്പം ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ സ്ഥിരം നല്ല ജോലിയുള്ളവരൊക്കെ 5 ദിവസവും ജോലി ചെയ്യും. അല്ലാത്തവരെ കൂലിപ്പണിക്കാരനാണെങ്കിൽ അവൻ ചെയ്യുന്ന ജോലി എന്താ വെച്ചാൽ 3 ദിവസം ചെയ്യും. 4-ാം ദിവസം അവൻ പിന്നെ ഈ പരിപാടിക്ക് പോവും. പിന്നെ 5-ാമത്തെ ദിവസം പണിക്ക് പോവും. പിന്നെ 6-7 ശനി ഞായറും ഇതിന്റെ പുറകെ നടക്കും. ഇങ്ങനെയാണ് ഒരു 70-80% ആൾക്കാരും ഇങ്ങനെയാണ്. ഒരു 20% പേരേ ഉള്ളൂ അവനവൻ്റെ പണി കഴിഞ്ഞിട്ട് അവനവൻ്റെ കാര്യം നോക്കിയിട്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വരും പോവും. അങ്ങനെ ചെയ്യുന്ന ഒരു 20% പേര് മാത്രമേ കാണുകയുള്ളൂ. പണിക്ക് പോകാനും സമ്മതിക്കത്തില്ല. പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പക്ഷേ 2 ദിവസം എന്ത് തേങ്ങ വരെ പഠിപ്പിക്കുന്ന ഒന്നുമില്ല. എന്ത് പഠിച്ചത് തന്നെ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പൈസ ഉണ്ടാക്കാനും പാടില്ല, ഒന്നും പാടില്ല. ഈ ലൂപ്പിൽ കടന്ന് കറങ്ങുക, അത്രേ ഉള്ളൂ. ഈ ചുഴിക്കകത്ത് കടന്ന് കറങ്ങുക. എന്നാലേ ആള് കിട്ടുള്ളൂ. ഇപ്പം മതത്തിന് ആള് വേണ്ടേ? ഇത് പിന്നീടാണ്. കാരണം ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ പൊട്ടന്മാരായിട്ട് ഇവരുടെ ഈ മതത്തിന്റെ തലപ്പത്തുള്ളവർ നമ്മളെ ബ്രെയിൻ ഇങ്ങനെ പിന്നെ റെഡിയാക്കി വെച്ചിട്ട് ഇവർക്ക് ആൾ വേണം. ഇവർക്ക് പുതിയതായിട്ട് ആളെ അധികം കിട്ടുന്നൊന്നുമില്ല. ഈ ആഫ്രിക്കയിൽ അവിടെ ഇവിടെ കുറെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഒരാളും ഇതിന്റെ പുറകെ ഒന്നും പോകുന്നില്ല. പിന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. നമ്മൾ ഇവര് എന്തെങ്കിലും ആശ്വാസമൊക്കെ പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇതിന്റെ കൂടെ വരും. ഈ പറഞ്ഞ ഇത് കുറെ ദൈവവിശ്വാസികളുണ്ടല്ലോ. ഉം. അപ്പോൾ ചിലപ്പോൾ ദൈവം നമ്മളെ രക്ഷിച്ചാലോ എന്ന് കരുതി കുറച്ച് പേരൊക്കെ വരും. ഇവരുടെ വർത്താനം കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേര് നല്ല വാക്കുകളൊക്കെ പറയുമ്പോൾ കുറെ സമാധാനം ആഗ്രഹിക്കുന്ന ആൾ നമ്മുടെ നാട്ടിൽ അത്ര എല്ലാവരും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കഴിയുന്നവരാണ് ഓൾമോസ്റ്റ്. അപ്പോൾ അങ്ങനെ കുറെ പേര് വരും. അല്ലാണ്ട് പുതിയതായിട്ട് ആരും വരുന്നില്ല. ഈ മക്കൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതല്ലാണ്ട് വലിയ പുരോഗമനമൊന്നുമില്ല. അപ്പോൾ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഇവർ ഈ ജോലിക്ക് പോകാൻ വലിയ പ്രോത്സാഹനം ഇല്ല, മുഴുവൻ ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ പൊതുവിൽ നമ്മൾ പെന്തക്കോസ്റ്റിൽ നോക്കുവാണെങ്കിൽ പാസ്റ്റർമാർക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഈ പണം ലഭിക്കുന്നുണ്ട്, പദവി. ഇവിടെ പദവിയുടെ കാര്യം പറഞ്ഞു, ആ ഒരു പവറിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ മറ്റെന്തെങ്കിലും ഇവരെ എല്ലാവരെയും മറ്റിടത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പണിക്ക് പോകണം, പണിക്ക് പോയാലേ നിങ്ങളുടെ 10% ഞങ്ങൾക്ക് കിട്ടൂ എന്നൊരു കാര്യം അവർ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പണിക്ക് പോകണ്ടെന്ന് പറയുമ്പോൾ പക്ഷേ വിശ്വാസികളായിട്ടുള്ളവരെ കൂട്ടുമ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണമല്ലോ ഇവർക്ക്, അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നവർക്കായിക്കോട്ടെ ആർക്കായാലും. എന്താണ് ഇവരുടെ ആ ഒരു ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ളത്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണ ഇതിന്റെ പിന്നെ ഞാൻ പറയുന്നത് നമ്മളിപ്പോ പാസ്റ്റർ ലെവൽ ഇപ്പൊ ഒരു സഭ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ഒരു സഭയിലെ ഈ പാസ്റ്റർമാരെന്ന് പറയുന്നത് മൂപ്പന്മാരെന്നാണ് പറയുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ മൂപ്പന്മാര് ശുശ്രൂഷമാരെന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. മൂപ്പന്മാരെന്ന് പറഞ്ഞ ടീമുകൾക്ക് മാത്രമേ പൈസ ഇല്ലാത്തുള്ളൂ. ഇതിന്റെ തൊട്ട് മുകളിൽ കുറെ ടീമുകളുണ്ട്. ഈ മൂപ്പന്മാരും അതിന് മുകളിലേക്കുള്ള കുറെ ടീമുകളുണ്ട്. ഇപ്പൊ 6 മാസം കൂടുമ്പോൾ ഇവര് ഓരോ സന്ദർശനം നടത്തും. ഓരോ സഭയിൽ വന്നിട്ട് കുറെ ടീമുകളുണ്ട്. അപ്പൊ അവർക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് അലവൻസും കാര്യങ്ങളും കൊടുക്കും. പക്ഷെ ഇവിടെ ഒരാഴ്ച വന്ന് നിൽക്കുമ്പോൾ ഒരാഴ്ച ഈ സഭയിലുള്ള ആൾക്കാരാണ് 30 പേരാണെങ്കിൽ 30 പേരായിരിക്കും. എന്നാൽ ആ ആഴ്ചത്തെ ചെലവ് നടത്തുന്നത്. അല്ലാതെ ഉള്ള അലവൻസും കാര്യങ്ങളും അവർ ഈ മക്കളൊന്നും ഇല്ലാത്ത ആൾക്കാരെ അവർ തിരഞ്ഞെടുത്തിട്ട് അവർ ഈ വേലയ്ക്ക് വേണ്ടി 24 മണിക്കൂർ 360 ദിവസവും ഇതിനു വേണ്ടി ആൾക്കാർ അവർക്ക് വേറെ പണിയില്ല. ഓഹോ. അവർക്ക് മാത്രമുണ്ട്. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കൊന്നുമില്ല. സൊസൈറ്റി തിരിഞ്ഞു നോക്കുന്നത് പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ വല്ല സ്വത്തുണ്ടെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ട്, അല്ലെങ്കിൽ ഒരു ഗുണവുമില്ല. പിന്നെ ഇവരുടെ ഇതെന്താന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ കഷ്ടപ്പാടുന്നത് മുഴുവൻ യഹോവയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം പിന്നെ വേൾഡ് ട്രേഡ് സെന്റർ കൊണ്ടുപോയിട്ട് പിന്നെ ഇത് ഇടിച്ചു കയറ്റിയ 2 പിള്ളേരല്ല പരിഷ്ഠന്മാര് പഠിച്ചിറങ്ങിയ 2 പിള്ളേരല്ല. അപ്പൊ അവരെന്തിനാ അവിടെ കയറ്റി എന്തിനാണ് സ്വന്തം ജീവൻ കളഞ്ഞ് ചെയ്തത്? അവർ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടല്ലേ. അതെ അത് പറഞ്ഞ മാതിരി ഇവർക്ക് നിത്യജീവനും പ്രതീസാഭവുമില്ല. നിത്യജീവൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തും ചെയ്യും. ഇവർ കൊലപാതകം ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ കൊല്ലുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാഫറുകളെന്ന് അവസാനത്തെ ഇവർ കൊല്ലുമല്ലോ മറ്റു ടീമുകൾ. അതെ അതെ. ഇവർ കൊല്ലുന്നില്ല, കൊലപാതകം നടക്കുന്നില്ലെന്നല്ലാണ്ട് ബാക്കി എല്ലാ തീവ്രവാദവും പരിപാടി ഉണ്ട്. ഇവർ വോട്ട് ചെയ്യത്തില്ല. അറിയാം, ഇവർ വോട്ട് ചെയ്യത്തില്ല. ഓക്കെ. ഇവർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിഷ്പക്ഷത പാലിക്കുന്നതാണ്. നമ്മൾ ബ്ലഡ് കയറ്റാൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഒരാൾ ചാവാൻ കിടക്കുകയാണെങ്കിൽ പിന്നെ അതിനോട് വലിയ വിഷയം ഉണ്ടായത് ഒരു പെണ്ണ് മരിക്കാറായി കിടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലഡ് കയറ്റാൻ പറ്റില്ല. അത് ആക്സിഡന്റ് ഒന്നാണ്. ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ ബ്ലഡ് കയറ്റാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ. അപ്പോൾ അത് കയറ്റുണ്ടാകുമ്പോൾ ആ കൊച്ചു മരിച്ചുപോയി. ഓ. എന്നിട്ട് അതിന്റെ കെട്ടിയവന് അതിന്റെ കേസോ എന്തൊക്കെയോ വലിയ വിഷയമായിരുന്നു. സ്വന്തക്കാരൊക്കെ ഇടപെടുകയോ ഒക്കെ എന്തൊക്കെയോ വലിയ വിഷയങ്ങളായി. അതൊക്കെ പിന്നെ അങ്ങ് വലിയ ഈ പറഞ്ഞാൽ അതൊക്കെ മൂടിപ്പോവാണ് അങ്ങോട്ട്. ഒന്നാമത്തെ കാര്യം ഈ സാക്ഷികളുടെ കാര്യങ്ങൾ അങ്ങനെ അധികം ഇല്ല, എണ്ണം ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ വലിയൊരു
വിഷയമാക്കി എടുക്കുന്നില്ലെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ. ഇപ്പം ബോംബ് സ്ഫോടനം നടന്നതാണെങ്കിൽ പോലും അത് അന്ന് 2 ദിവസം അല്ല 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതും കെട്ടുടങ്ങി. അത് വലിയൊരു വിഷയമായിട്ട് അങ്ങനെ വന്നില്ല. കാരണം ഇവര് ഈ പോലീസ് കേസിനും പുറകെ ഒന്നും പോവുകയില്ല. അല്ല വഴക്കും വെക്കാനും ഒന്നും ഇല്ലെന്ന് പറയുന്നത്. നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കും. പക്ഷെ പഠിപ്പിക്കുന്നോ അവന്റെ മതം കൊള്ളില്ല. വേറെ വിശ്വാസിയെ അവർക്ക് ഇഷ്ടമല്ല. അമിതമായിട്ടുള്ള ഓൻ ഭയങ്കര വിശ്വാസിയാന്ന് പറയും. ഇവര് ചെയ്യുന്ന വിശ്വാസത്തിനൊന്നും ഇവർക്കൊരു കുഴപ്പമില്ല. ഈ ബർത്ത്ഡേ ഒക്കെ ആകുമ്പം മറ്റുള്ളവരുമായിട്ട് ഇടപെടാതിരിക്കുക, അവരെ വിഷ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അയ്യ, അതുണ്ട്. അയ്യോ, അത് പറഞ്ഞില്ലല്ലോ. അത് ബർത്ത്ഡേ പാടില്ല. ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല സാക്ഷികള്. സാക്ഷികളുടെ ഒന്നിനുണ്ടോ, ജനഗണമന വരാൻ പാടില്ല, വോട്ട് ചെയ്യില്ല, ബർത്ത്ഡേ ആഘോഷിക്കില്ല, ന്യൂ ഇയർ ആഘോഷിക്കില്ല, ഒരു ആഘോഷവും ഇല്ല. ബർത്ത്ഡേ ആഘോഷിച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങളൊക്കെ ബർത്ത്ഡേക്ക് പിള്ളേരൊക്കെ മിഠായി തന്നു കഴിഞ്ഞാല് അത് നമ്മള് മേടിച്ച് വെക്കും. വേണ്ടെന്ന് പറയുന്നെങ്കിൽ മേടിച്ച് വെച്ചിട്ട് അത് തിന്നത്തില്ല. നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ പോലെ അത് തിന്നു കഴിഞ്ഞാൽ ദൈവം എന്തോ നമ്മളെ ശിക്ഷിക്കുന്നുള്ള രീതിയിലായിരുന്നു അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വലിയ പാപമായിട്ടാണ്. അത് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല ബർത്ത്ഡേ ആഘോഷിക്കരുതെന്നൊന്നും. അത് ചുമ്മാ ഇവരുടെ ഈ മതം നിന്ന് വ്യത്യസ്തരാവാൻ വേണ്ടിയിട്ട് കുറച്ച് വർഗീയ നിലപാടുകൾ കൂടെ കൊണ്ടുവന്നാലാണ്, തീവ്ര നിലപാടുകൾ കൊണ്ടുവന്നാലാണ് വ്യത്യസ്ത പരിപാടി മറ്റു മതങ്ങളിൽ നിന്ന് അതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു ഇതായ സാധ്യത. അപ്പോൾ ആ ഒരു കുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? മറ്റുള്ള വിശ്വാസി കുട്ടികൾ നമ്മൾ അവരുടെ കൂടെ അല്ലേ പഠിക്കുന്നത്, നമ്മൾ ഇവർ മാത്രമല്ലല്ലോ. അപ്പോൾ അവരെ നമ്മൾ നോക്കിക്കാണുന്ന രീതി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അയ്യോ, മറ്റു വിശ്വാസികളെ നമ്മൾ കാണുന്നത് പിന്നെ വെറുക്കപ്പെട്ടവരായിട്ടാണ് അന്നത്തെ കാലത്ത്. ഇന്നൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വളർന്നു വരുന്ന പിള്ളേരെ നമ്മുടെ പിള്ളേരോടൊന്നും നമ്മളങ്ങനെ പറയത്തില്ല. ഞാനായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ കൂടെ കൂടാനോ കളിക്കാനൊന്നും വിടത്തില്ല നമ്മളെ. കൂടാനോ കളിക്കാനോ ഒന്നുമില്ല. അതൊക്കെ ലോകക്കാരായ ആൾക്കാരാന്ന് പറയും. അതുപോലെ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം 4ാം ക്ലാസ് വരെ സ്കൂളിൽ ഓട്ടത്തിന് എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു. ഓട്ടത്തിന് ഫസ്റ്റ് ആയിരുന്നു എനിക്ക്. അപ്പം LP-യിലാന്ന് വിചാരിക്കണം. അപ്പോൾ അന്ന് നമ്മൾ ചെറുതായിരുന്നു. പിള്ളേരെ പിന്നെ എന്നെ ഓരോരുത്തർ സെലക്ട് ചെയ്തോ ടീച്ചർമാർ വന്നിട്ട്. അപ്പോൾ എന്നെ സാറ് സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടി. ഓട്ടത്തിന് ഞാൻ എടുക്കാതെ എന്നെ സെലക്ട് ചെയ്തു. ഇന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരിക്കായിരുന്നു. അപ്പോൾ ഒരു ദിവസം ചേട്ടൻപുള്ളി എന്നെക്കാളും ഇതിൽ പഠിക്കുന്നതാണ്. ഒരു ദിവസം എൻ്റെ കൂടെ പഠിക്കുന്നവൻ്റെ ചേട്ടനും പഠിക്കും. അപ്പോൾ ഇവനെ അറിഞ്ഞു ഞാൻ ഓടുന്നുണ്ട്, അവനെ ഫസ്റ്റ് കിട്ടിയെന്നാണ് കണ്ട്. അവൻ പോയി അവനോട് പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻപുള്ളി പറഞ്ഞു, നീ ഓട്ടത്തിനുണ്ടോ, ഇത് വീട്ടിലിറങ്ങി എനിക്ക് വിഷയമാകട്ടെന്ന് പറഞ്ഞു. ആ അപ്പം ഞാൻ മുമ്പില്ല അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് ഭയങ്കര സ്പോർട്സ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഹരമാണ്. അത് കുഞ്ഞാണെ പോലും 5-6 വയസ്സാണെ പോലും നമുക്കതൊരു രസമാണല്ലോ. ലാസ്റ്റ് അത് ആ വീട്ടിലറിഞ്ഞ് എനിക്കൊരു ട്രോഫി കിട്ടി. അന്ന് സ്കൂളിലെ ജസ്റ്റ് ഒരു ട്രോഫി കിട്ടി. അതുപോലും എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാരണം അത് ട്രോഫി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കിട്ടിയ വിഷയം. അത് ലാസ്റ്റ് അറിഞ്ഞു എന്നോട്. അങ്ങനെ അതൊക്കെ ലോകക്കാരുടെ പരിപാടിയാണ്. നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് പാടില്ല. സ്പോർട്സ്, കല, പാട്ട്, കൂത്ത് ഒന്നും നമുക്ക് പാടില്ല എന്ന് പറയും. അന്നത്തെ കാലത്താട്ടോ. ഇന്നൊക്കെ പിള്ളേർ പാട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ട്, സ്പോർട്സിലൊക്കെ പോകുന്നവരുണ്ടോന്ന് ഇരിക്കും. സ്പോർട്സിന് വിടത്തില്ല എന്തായാലും. സ്പോർട്സൊക്കെ ലോകക്കാരുടെ ലോകമോഹങ്ങളാണ്. അതിനകത്തൊന്നും നമ്മൾ ചെന്ന് പെടാനെന്ന് പറയും. സമാനമാണ്, ഇതിന് സമാനം തന്നെയാണ് പെന്തക്കോസ്ത്. പക്ഷേ പെന്തക്കോസ്തിൻ്റെ ഒരു അടുത്ത ലെവൽ തീവ്രതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെയും എക്സ്ട്രീമായിട്ടാണ് തോന്നുന്നത്. അതെ. ഞാൻ കേട്ടിടത്തിൽ ബന്ധുക്കോസ് പിന്നെ കുറച്ച് മയമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഞാൻ അരുണ്ട താനെ കിട്ടിയിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് ബന്ധുക്കോസാരെയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അതിൻ്റെ എക്സ്ട്രീമാണ്. ഇപ്പം നിലവിൽ ഞാൻ നോക്കിയിട്ട് ഈ മുസ്ലിങ്ങളെ നമ്മൾ പറയുന്നത് തീവ്രവാദികളാന്ന് പറയും. പക്ഷേ അതിലും വലിയ തീവ്രവാദമാണ് ഇവര് ചെയ്യുന്നത്. ഇവര് സ്വന്തം രാജ്യത്തെ ഇവർക്ക് ഇഷ്ടമല്ല. ഒരു പതാക കണ്ടു കഴിഞ്ഞാൽ ഇവര് പതാക പുച്ഛമാണ് അവർക്ക്. ഫ്ലാഗിനോട് പ്രത്യേകിച്ച് ആരാധനയൊന്നും വേണ്ട. നമ്മുടെ രാജ്യത്തിന്റെ പിന്നെ ഒരു എംബ്ലമായിട്ട് കാണിക്കുന്ന അതുപോലും ഇവർക്ക് താല്പര്യമില്ല. നമ്മളെ ഒരു യൂണിറ്റി തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മൾ എന്ന് അറിയിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രാജ്യത്തോടോ അല്ലെങ്കിൽ ഇവരുടെ ഗവൺമെന്റിനോട് പുല്ല് വിലയാണ്. കാരണം ഇതെല്ലാം യഹോവയുടെയാണ് ഇതെല്ലാം. ബാക്കി ഈ യഹോവ സാക്ഷികളെന്ന് പറഞ്ഞാൽ 80 ലക്ഷം പേരെങ്ങാണ്ടേ ഉള്ളൂ. 80-85 ലക്ഷം പേരേ ഉള്ളൂ ലോകത്ത് മൊത്താട്ടോ. ഓക്കെ. ഇവന്മാരല്ലാണ്ട് ബാക്കി 600-700 കോടി ആൾക്കാരും മണ്ടന്മാർ. ഇതെല്ലാം അർമ്മദ യുദ്ധത്തിൽ നശിക്കുന്ന ആൾക്കാരാന്നാ പറയണേ. ഒരു വിലയില്ല. അയ്യോ, അങ്ങനെയാണ് അവരുടെ ഞാനിത് ഇങ്ങനെ പറയണമെന്ന് എനിക്ക് അത്ര വിഷമമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ആരുടെയെങ്കിലും പറഞ്ഞൊന്ന് പൊട്ടിത്തെറിക്കണമല്ലോ നമുക്ക്. അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ആരുടെ തപ്പി പിടിച്ച് ഞാൻ നമ്പർ എടുത്തിട്ട് ഞാൻ മെസ്സേജ് വിട്ടായിരുന്നു വേണ്ടിയിട്ട്, വിളിക്കാൻ വേണ്ടിയിട്ട്. അത്ര വിഷമത്തിലാണ് നമ്മൾ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ആരും പുറത്ത് വരത്തില്ല. ഇപ്പം ഞാൻ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ വീഡിയോ എല്ലാം ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും എല്ലാവരും അറിയുന്നത്. ഇങ്ങനെ ആൾ ഉണ്ട് സാക്ഷികളുടെ ഒരുപാട് പേരുണ്ടാവും.
പക്ഷെ ആരും പറയത്തില്ല, കാരണം ഇത് ഒറ്റപ്പെടുത്തും. ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാണല്ലോ എൻ്റെ ഭാര്യയോട് മക്കളോ പിന്നെ നമ്മളെ പിന്നെ ഒരു തീവ്രവാദിയായിട്ട് കാണുന്നത് ഇവര്. നമുക്കത് പുറത്തു പറയാം. ഞാനത് പുറത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ വൈഫിന് ചെറുതായിട്ട് അറിയാം, മക്കൾക്കൊന്നും അറിയത്തില്ല. എൻ്റെ വീട്ടിലെ അപ്പനും അമ്മയ്ക്കും ഒന്നും അറിയത്തില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എന്നെ പോലെ ഇപ്പോൾ മുഖം കാണിച്ച് യഹോവ സാക്ഷിയിൽ നിന്ന് ഒരാൾ വന്ന് പുറത്ത് വന്ന് സംസാരിക്കുകയാണെങ്കിൽ അയാൾ നേരിടേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? അയാൾ നേരിടേണ്ട പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇപ്പം ഇത് ഉദാഹരണത്തിന് ഞാൻ ഇപ്പം വരുവാണ്, ഇപ്പം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനിത് മുഖം കാണിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒറ്റപ്പെടും. എൻ്റെ ബന്ധുക്കൾ ഓൾമോസ്റ്റ് സാക്ഷികളാണ്. അതുപോലെ എനിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ ചുഴിക്കകത്ത് കിടന്ന് കിണറിൽ കിടന്ന് വളർന്നു പോയതുകൊണ്ട് നമുക്ക് പുറത്തൊരു ഫ്രണ്ട്സ് ഇല്ല. ഒത്ത സാക്ഷികളെ വാറുള്ളൂ എന്ന് പറയും. പുറത്ത് കൂട്ടാൻ കൂടാനോ ഒന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോവും. നമ്മളെ പിന്നെ ഇവര് കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ ഈ അജ്മൽ കസബിനെ ഇങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ട്രെയിനിൽ ഗോവിന്ദചാമിയെ നമ്മളിപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അതുപോലെ ആയിരിക്കും ഇവർ നമ്മളെ കാണുന്നത്. പിന്നെ ഞാൻ ഇവരുടെ മുന്നിൽ ഒരു ഗോവിന്ദചാമി ആയിരിക്കും. മുമ്മാര് തീവ്രമായിട്ട് ഇവർ നമ്മളെ കാണുള്ളൂ. അല്ലാതെ ഇവൻ അങ്ങനെയാണെങ്കിൽ ഇവനെന്തെങ്കിലും തോന്നിയതായിരിക്കും, ഇവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, അങ്ങനെ ഒരിക്കലും വിചാരിക്കത്തില്ല ഇവര്. എന്നിട്ട് ഇവര് പറയും ദൈവം എല്ലാവർക്കും ഇച്ഛാസ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാന്ന് ഇവര് പറയുകയും ചെയ്യും. എന്നാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തീവ്രവാദിയാക്കും. നമ്മളെ പിന്നെ എന്താ തീവ്രവാദിയല്ല, റിബലാക്കും. എനിക്ക് എന്തെങ്കിലും ഇത് മുഖം കാണിച്ച് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഇതൊന്ന് പറഞ്ഞ് എനിക്ക് ഇതുപോലെ ഇവരുടെ ഈ കൊള്ളരായികളും ഇവരുടെ പോക്കൃത്തരങ്ങളും ഇതിനകത്ത് പെട്ട് കിടക്കുന്ന ആ പിള്ളേരെ എനിക്ക് പിള്ളേരുടെ കാര്യമല്ല, എനിക്ക് പിള്ളേരെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം ഈ പിള്ളേരെ ഈ പഠിക്കണ്ടെന്നുകൊണ്ട് ഇവര് പറയുന്നത് ദൈവവേലയ്ക്ക് പൊക്കോളാനാ പറയുന്നത്. അവര് പറയുന്നത് അവിടെ പിന്നെ ആഫ്രിക്കയിലും കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. അതായത് ഇവരുടെ സഭ കെട്ടിപ്പടുക്കുന്ന ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവര് എന്താ വെച്ചാൽ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഫ്രീ ആയിട്ട് ഇവർക്ക് ചെലവിന് മാത്രം കൊടുത്താൽ മതി. ആരോഗ്യമുള്ള 10ഉം 18ഉം വയസ്സ് 20 വയസ്സുള്ള നല്ല ആരോഗ്യമുള്ള പിള്ളേരെ ഇവർ വിട്ടാണ്, എന്നിട്ട് ഇവർ പണിയിപ്പിക്കുകയാണ് അവിടെ കൊണ്ടുപോയിട്ടിട്ട്. ഓ, നമ്മളിപ്പം നാട്ടിൽ നിന്നാണെങ്കിലും ഇപ്പം ആഫ്രിക്ക അതേപോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുക, അങ്ങനെയാണോ? ആഫ്രിക്കയിലൊക്കെയാണ് ഇപ്പൊ ഈ വേല നടക്കുന്നത്. വേല നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറെ പാവങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ പാവങ്ങളുടെ അടുത്ത് ചെന്ന് ദൈവം ഇപ്പൊ രക്ഷിക്കും, നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവര് ഇതിനകത്ത് ചേരും. അതെ. അപ്പോൾ അവിടെ അങ്ങനെ ഇവർ കുറെ പൈസയൊക്കെ കൊടുത്ത് കുറെ ആൾക്കാരെ ആക്കും. അവിടെ പട്ടിണിക്ക് പാവങ്ങളാണല്ലോ. അപ്പൊ ഈ സൊസൈറ്റി എന്നിട്ട് ഇവർ എന്ത് ചെയ്യും, അമേരിക്കയിലുള്ള കുറെ പൈസ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ എന്നിട്ട് കുറെ പൈസ കൊടുത്ത് സംഭാവനകളാണ് കേട്ടോ, ഇത് മുതൽ സംഭാവനകളാണ് അയക്കുന്നത്. അപ്പൊ നമ്മുടെ നിന്നൊക്കെ ഈ ദശാംശമായിട്ടൊന്നും മേടിക്കൊന്നുമില്ല, നമ്മുടെ ഇഷ്ടമുള്ള കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷെ ഈ വാക്യം എടുത്ത് വായിക്കും, പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കുലുങ്ങി കിട്ടുന്ന പറഞ്ഞ വാക്യമുണ്ടല്ലോ. അതെ അതെ. അതുകൊണ്ട് ആ കുലുക്കുന്ന വാക്യം എടുത്തങ്ങ് വായിച്ച് കഴിയുമ്പോഴത്തേന് ഈ പാവപ്പെട്ടവന്മാർ 500 രൂപയ്ക്ക് പണിയെടുത്തവന്മാർ പോലും കൊണ്ടേ കൂട്ടും 100 രൂപ. ഇനി ഇല്ലെങ്കിൽ പോലും 100 രൂപ ഇട്ടിട്ടേ വരുള്ളൂ. ഒന്നാമത് വാക്യം എടുത്ത് വായിക്കും. അപ്പം ഇന്ന ഇത്ര പൈസ തരാൻ പറയൊന്നുമില്ല. അപ്പോൾ 10% തരണമെന്നൊന്നും പറയത്തില്ല, സംഭാവനയെന്നേ പറയുള്ളൂ. പക്ഷെ ഇവർ വാത്സ്യമായിട്ട് അങ്ങോട്ട് ദൈവം ഒന്ന് തരും, കൊടുത്താൽ കിളിവാതികളെ തുറന്ന് തരുമെന്നാണ് പറയുന്നത്. പുള്ളിയുടെ കിളിവാതിൽ എവിടെ ഇരിക്കണമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കിളിവാതികളെ തുറന്ന് തരുമെന്ന് പറയുമ്പോൾ ഈ പൊട്ടന്മാരെ എടുത്തൊക്കെ വീശും. അതെ, പെന്തക്കോസ്തിലും അങ്ങനെ തന്നെയാണ്. അവർ നിയമമൊന്നുമില്ല 10% തരണമെന്ന്. പക്ഷേ ആരെങ്കിലും ഒരു മാസത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ഇതേപോലൊരു പ്രസംഗം വരും. ദൈവത്തിന് കൊടുക്കാത്തതിന് പണ്ട് ആൾക്കാരെ ശിക്ഷിച്ചത് 100ഉം 200ഉം ഇരട്ടിയായി മടക്കി തരുമെന്നും ഉള്ള കുറേ വാക്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട്. അതെ, ഇത് പേടിച്ച് കൊടുക്കുന്നത്, പേടിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് പേടി കൊണ്ടാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കൊടുത്തില്ലേ ദൈവം എന്ത് പറയും, എൻ്റെ 500 രൂപ ഉണ്ട്, ഇനിയിപ്പോൾ കൊടുത്തില്ലേ ദൈവം എന്തോ ചിന്തിക്കും. പുള്ളി ദൈവം എല്ലാം CCTV വെച്ച് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ പുള്ളി ബോംബ് സ്ഫോടനം നടത്തുന്ന, ബോംബ് പൊട്ടിക്കാൻ വരുന്ന മാത്രം കാണത്തില്ല. ബാക്കി എല്ലാം CCTV വെച്ച് പുള്ളി കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നടന്നപ്പം അതിനെ ന്യായീകരിച്ച് കാണുമല്ലോ. തീർച്ചയായിട്ടും ന്യായീകരണങ്ങൾ വന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ പൊതുവിൽ കേൾക്കാറുള്ളത്, അതിപ്പോൾ പെന്തക്കോസ്തിൽ നിന്ന് കേൾക്കാറുള്ളത്, അവരെ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്? ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ന്യായീകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു ന്യായീകരണം കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം അപ്പം ഞാൻ പലരോടും ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇത് പൊട്ടാനുള്ള കാരണം എന്താണ്, അപ്പോൾ ഈ പുള്ളി ഇത് എവിടെയായിരുന്നു, യഹോവ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ദൈവം ഇപ്പോൾ ഒന്നും ഇടപെടുന്നില്ല. അപ്പോൾ അതെന്താ ഇടപെടാത്ത, ഇപ്പോൾ എല്ലാം സാത്താനും വിട്ടുകൊടുത്തേക്കാണ്, സാത്താനുള്ള കാര്യങ്ങൾ ഇതാ ശരി ശരി. അപ്പം നിങ്ങൾ ദൈവാനുഗ്രഹം കിട്ടുമെന്ന് പറയുന്നത് അത് അനുഗ്രഹമായിട്ട്, അത് വേറെയാ. അനുഗ്രഹം വേറെ നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊന്നും നമുക്ക് കിട്ടും. അതിനൊരു ആക്സിഡന്റ് നടത്തുക അത് രക്ഷിക്കൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ബോംബ് കിട്ടുക അത് രക്ഷിക്കൊന്നുമില്ല. അല്ലാതെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ടോ, അല്ലാതെ ഏതാ നമുക്ക് സന്തോഷ സമാധാനം.
ഈ ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ ബോക്സ് മോഡലിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ദൈവം അത് സാത്താന് കൊടുത്തേക്കുന്നല്ലേ, അത് പുള്ളി ചെയ്തില്ല. പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുള്ളൂ പോലെ അങ്ങനെ ഇവരെ പറഞ്ഞ് പഠിപ്പിച്ച് ഇത് ശരിയാണെന്ന് കരുതി ഇരിക്കുന്ന ആൾക്കാരാണ് കോമഡി. അതെ അതെ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവന് എഞ്ചിനീയറാണ്. അവൻ നല്ല വിവരമുണ്ട്, വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്. പക്ഷെ അവന് ഈ പറഞ്ഞ പോലെയാണ്. അവൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ദൈവം എന്തായാലും ഉണ്ടേ. അവനോട് ഞാൻ പറഞ്ഞത് സംഭവം എനിക്ക് ഇങ്ങനെ ഇവിടെ ഇതില്ല, ദൈവം എന്ന് പറഞ്ഞ സാധനമില്ല. ആദ്യം ബേസിക്കലി ഈ മതം വിടണമെങ്കിൽ ദൈവം ഇല്ലാന്ന് നമുക്കൊരു തോന്നൽ വരണം, എന്നാലേ ഈ മതം വിടാൻ പറ്റുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ മതത്തിന്റെ ഇതിനകത്ത് നമ്മൾ കടന്ന് പെട്ടു പോകും, ഒന്നാമത്തെ കാര്യം ബേസിക്കലി. അപ്പൊ അതില്ല എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം തലച്ചോറും ബുദ്ധിയും വെച്ചിട്ട് ബൈബിൾ വായിക്കുക എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ള ഒറ്റ കാര്യം. അത് വായിച്ചുകൊണ്ടാണല്ലോ അരുണ് മനസ്സിലായത്, അത് വായിച്ചുകൊണ്ടാണ് എനിക്കും മനസ്സിലായത്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ആ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് നമ്മൾ ആ ഒരു ആ എവിടെയാണ് കൊച്ചിയിൽ ആ നടന്ന സംഭവത്തുണ്ടായിരുന്നെങ്കിൽ മേ ബി ഇന്ന് ജീവനോട് ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല ഇപ്പോൾ സംസാരിക്കുന്നത് അല്ലേ. അല്ല അല്ല അതില്ലെങ്കിൽ എൻ്റെ രണ്ട് മക്കളും ഞാനും തീർന്നത് ചിലപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ടീമുകളാണ്. ഫ്രണ്ടിൽ പിള്ളേർ പറയും ഫ്രണ്ടിൽ പോയിരിക്കണമെന്ന് പറയും. അപ്പോൾ ഫ്രണ്ടിലായിരിക്കും മിക്കവാറും ഫ്രണ്ടിന്റെ തൊട്ട് താഴെ അനുപ്പത്തിച്ചായിരുന്നു പൊട്ടുന്നത്. അവിടെ എൻ്റെ കൊച്ചിൻ്റെ അതേ പ്രായമുള്ള ഒരു കൊച്ചു മരിച്ചുപോയി, ഇപ്പം കൊച്ച്. കഷ്ടം. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ്. അതുപോലും അത് ചിന്തിക്കാനുള്ള ബോധം പോലും. എന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും 10,000 പേര് വന്നോണ്ട് ആ 9 പേരിലെ മരിച്ചുകൊണ്ട് തിക്കും തിരക്കിലും കേട്ടോ. വേറെ ഏതെങ്കിലും പരിപാടി ആയിരുന്നെങ്കിൽ ഇത് കൂടുതൽ ആൾക്കാർ മരിച്ചായിരുന്നു. അങ്ങനെ ദൈവം അനുഗ്രഹിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. വിവരമില്ലായ്മ എന്ന് പറഞ്ഞ വിവരമില്ലായ്മ ഈ അന്ധമായ വിശ്വാസം കൊണ്ടാണ് പറയുന്നത്. അത്രയൊന്നും അല്ല മരിക്കേണ്ടത്. തിക്കിലും തിരക്കിലും വിട്ട് കുറെ പേര് മരിക്കണം. തിക്കിലും തിരക്കിലും ഒരാൾ പോലും മരിച്ചില്ലെന്ന് അന്ധതായിട്ട് പറയുന്നത്, അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത്. 9 പേരിലെ മരിച്ചോടുന്നത്. എത്ര പേര് വേദന എടുത്ത് ആ കൊച്ചെത്ര ദിവസം കിടന്ന ആ കൊച്ച്. ദൈവത്തിനെ പ്രസാദിപ്പിക്കാനായിട്ട് ദൈവത്തിനെ സ്തുതിക്കാനായിട്ട് ഒത്തുകൂടിയ ഒരിടത്തെ സുരക്ഷ പോലും നോക്കാൻ കഴിവില്ലാത്തൊരു ദൈവത്തിനെയാണ് അവർ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ആ ഒരു ചിന്ത തന്നെ ആയിരിക്കും ഇങ്ങനെ മാറ്റി ചിന്തിപ്പിച്ചതല്ലേ. ആ ആ 100% ആ ഒരു ചിന്ത വന്നില്ല ഇന്ന് ഞാൻ അവിടെ കിടന്നപ്പോ ഞാൻ എൻ്റെ കുറ്റമൂലം നടന്നേനെ. ഇവൻ എന്ത് പൊട്ടനോട് ഞാൻ നടന്നേനെ. എനിക്ക് ഒരു കമൻറ്റ് ഇതുപോലെ ഇതിൽ വന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. യഹോവ സാക്ഷികളെന്ന് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തു. ഇതേപോലെയുള്ള പെന്തക്കോസ്തിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് അതിനോട് അവസാനം ഇതേപോലെയുള്ള എക്സ്ട്രീമായിട്ടുള്ള ബ്രദറിൻ യഹോവ സാക്ഷി എന്ന് പറഞ്ഞപ്പോഴത്തേന് അതിൻ്റെ അടിയിൽ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. യഹോവ സാക്ഷികളെക്കുറിച്ച് എന്തിനാണ് പറഞ്ഞത്, യഹോവ സാക്ഷികളെക്കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ല, അവർ സൂപ്പറാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ ചിലപ്പം ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ കമൻറ്റ് ഇടാൻ സാധ്യതയുള്ളൊരു വ്യക്തിയായിരുന്നു അല്ലേ. ഞാൻ പറയില്ലേ, ഇവരെല്ലാം തീവ്രവാദികളാണ്. ഇവരോടൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇവര് പറയുന്ന എല്ലാം ശരിയാണ്. ഇവര് മാത്രമേ ഉള്ളൂ ഈ 600-700 കോടി ജനങ്ങളിൽ ഇവര് ഈ 80,000 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയില്ല. ബാക്കിയെല്ലാം പൊട്ടന്മാർ. ഈ സാക്ഷികളുടെ ഇനി അതുകൊണ്ട് പറയാം. സാക്ഷികളുടെ ഉത്ഭവം എന്താണെന്നറിയോ? ഈ റസൽ എന്ന് പറഞ്ഞ പുള്ളി ഒരു 1850-കളിൽ അങ്ങോട്ടാണ് ഈ പുള്ളി ഇത് കൊണ്ടുവരുന്നത്. ഈ പുള്ളി ഇത് ഒരു സഭയായിട്ട് സ്ഥാപിക്കുന്നത്. അപ്പോൾ 100-150 വർഷത്തെ പഴക്കമുള്ള ഈ സാക്ഷികൾക്ക് ഇവരുടെ മറ്റും പടുതി കണ്ടിങ്ങനെ ഇവര് ദൈവം നേരത്തെ ഇങ്ങനെ നൂലെ കെട്ടിയിറക്കിയിട്ട് ഇങ്ങനെ ഒറ്റ ടീമുകളാണ് ഇവരുടെ വിചാരം. റസൽ എന്ന് പറഞ്ഞ പുള്ളി ഇല്ലെങ്കിൽ സാക്ഷികളില്ല. അതെ. റസൽ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതിയാണ്, ഇംഗ്ലീഷുകാരനാണ് ഇത് ഉണ്ടാക്കിയ സഭ. ആദ്യം റസലുകാരനായിരുന്നു അറിയപ്പെടുന്നത്. പിന്നെയാണ് യഹോവയുടെ സാക്ഷികൾ എന്ന് പറഞ്ഞ JW എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ അത്രയും പാരമ്പര്യവും ഉള്ളു ഇവർക്ക്. പിന്നെ ഞാൻ ഇന്നാളെ എൻ്റെ പപ്പാടി ചോദിച്ചു, ഈ ഈ 150 വർഷമായിട്ടുള്ള നമ്മൾ സാക്ഷികളായിട്ട്, അപ്പോൾ ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. യേശുവിന് സ്വന്തം ആൾക്കാരാട്ടോ ഇവര് സ്വന്തം യേശു എന്ന് പറഞ്ഞ ഇവരുടെ സ്വന്തം ആൾക്കാരാ. വേറെ ആർക്കും ഇല്ല. യേശുവിനെ ഇവരുടെയാണ്. അപ്പോൾ യേശു പോയി കഴിഞ്ഞ ശേഷം ബാക്കി ശിഷ്യന്മാരൊക്കെ എല്ലാവർക്കും വരുന്നു യേശു. അപ്പം പുള്ളി പറയാം അത് എന്ന് പറഞ്ഞിട്ട് പുള്ളി പപ്പ അടിക്കുക. യേശുവിനെ എങ്ങനെയാണ് കാണുന്നത്, ദൈവമായിട്ടാണോ അതോ? ഇല്ലില്ല, ദൈവത്തിന്റെ പുത്രൻ, യഹോവ ദൈവം. ഓക്കെ. യഹോവ ആ പുള്ളിയാണ്. ആ പിന്നെ ഉടായ്പ പുള്ളിയാണ് യഹോവയെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. യഹോവ നല്ലവനാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത് പിന്നെ ഒരു ദിവസം നമുക്ക് സംസാരിക്കാം. യഹോവയെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അറിയാമല്ലോ യഹോവയെ പറ്റി അരുൺ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. യഹോവയുടെ ഉടായ്പകൾ. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. അതുകൂടെ ചോദിച്ചിട്ട് എനിക്ക് നമുക്കിത് നിർത്താമെന്ന് തോന്നുന്നു. ഈ ഒരു വിശ്വാസത്തിലായിരുന്ന സമയത്തും ഇപ്പോഴും ഉള്ള വ്യത്യാസം എന്താണ് യഥാർത്ഥമായി തോന്നുന്നത്? ആ ഒരു മനുഷ്യനെന്ന നിലയിൽ അതിൽ ജീവിച്ചിരുന്ന സമയത്തെ ഒരു മനുഷ്യനെ നോക്കുമ്പോഴും അതിൽ പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പം സ്വയം അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും എന്ത് വ്യത്യാസമാണ് സ്വയമേ തോന്നുന്നത്?
അതായത് നമ്മള് ഇപ്പോൾ ഇത് വിട്ടു വന്നതിന് ശേഷം അതിന് മുന്നുള്ള അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിന് മുന്നേ നമുക്ക് വൻ പ്രതീക്ഷകളാണ്. ഏത് ഇപ്പോൾ പിന്നെ അർമോദം എന്ന് പറഞ്ഞ സാധനം വരും. ഇപ്പോൾ അതിജീവിക്കാം, നമുക്ക് നേരെ പർദീസഭൂമിയിലേക്ക് കടക്കാം. അതായത് സ്വർഗത്തിലൊന്നല്ല, നമ്മൾ സാക്ഷികളുടെ അധീനം പർദീസഭൂമിയിലേക്ക് കടക്കാം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെയായിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ എൻ്റെ അപ്പൻ പറഞ്ഞ് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അധികം സമ്പത്തൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മതി, അധികം സേവ് ഒന്നും ചെയ്യണ്ട, നമുക്ക് കഷ്ടപ്പാടില്ലാതെ പോകുന്ന രീതിയിലാക്കിയാൽ മതി. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തരുന്നതിൻ്റെ ഒരു നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തരണം, നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തരണം. ഇല്ലെങ്കിൽ നമ്മൾ പ്രായമാവും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ മതത്തിനെ പറയാൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമില്ലാതെ ആയിപ്പോകും. അതായത് നമ്മൾ വെറും മണ്ടന്മാരായിട്ട് ചിലപ്പോൾ പോകും. ഇപ്പം എനിക്ക് ഒന്നുമില്ലെങ്കിലും എൻ്റെ സത്യം ഈ മണ്ടത്തിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ് എൻ്റെ ഉള്ളിൽ. കാരണം പക്ഷേ ഇപ്പോൾ ഇവരുടെ പരിപാടി കെട്ടിയും ഈ വിട്ടിസരം കെട്ടിയും എനിക്ക് ദേഷ്യം വരും. എന്തു മണ്ടത്തരായി മണ്ടന്മാരായി പറഞ്ഞതെന്ന് ചിന്തിക്കുകയും ചെയ്യും. മനസ്സുകൊണ്ട്. പക്ഷെ എനിക്ക് പുറത്തു പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അതിനുശേഷം എനിക്ക് ഒരുപാട് സമാധാനം ഉണ്ടെന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരുപാട് സമാധാനമുണ്ട്. ഒരുപാട് ഫ്രീ ആയിട്ടുണ്ട് ഞാൻ. അത് പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് അത്ര ഫ്രീ അല്ല. കുറച്ച് ടെൻഷനിലുമുണ്ട്. കാരണം ഫാമിലി ഒക്കെ ഇതിലിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷെ ആ ഒരു താരതമ്യേന പിന്നീട് എപ്പോഴേലും മാറി വരും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചധികം സംസാരിച്ചു. വളരെ സന്തോഷം. കാരണം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഒരു യഹോവ സാക്ഷിയിലെ വ്യക്തി, ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യഹോവ സാക്ഷിയെ നേരിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അത്രയും ഒതുങ്ങി ജീവിക്കുന്ന അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിൽ നിന്ന് കൃത്യമായി പുറത്തു വന്ന് ഈ ഒരു കാര്യം പുറം ലോകത്തേക്ക് അറിയിക്കാൻ ശ്രമിച്ചത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേപോലെ തന്നെ ഒട്ടനവധി ആളുകൾ പലരും ഈ ഒരു വിശ്വാസമൊക്കെ പോയിട്ടാണെങ്കിലും പലയിടത്തായി ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. അവർ വിചാരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും അനുഭവിച്ചൊരു കാര്യമാണത്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ മാത്രം പ്രശ്നമാണ്, ബാക്കി ആർക്കും ഈ കുഴപ്പമില്ല. അപ്പോൾ ആ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതെൻ്റെ പ്രശ്നമാണ്, എൻ്റെ മാത്രം പ്രശ്നമാണ്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരാൾ, ഇപ്പോൾ യഹോവ സാക്ഷിയിൽ നിന്ന് തന്നെ ഒരാൾ പുറത്തേക്ക് വന്ന് ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുമ്പം ഇത് മറ്റനവധി ആളുകൾക്ക് സഹായകരമാകും. അത് വലിയൊരു നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി അധികം ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യട്ടെ. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് കണക്ട് ചെയ്ത് തരാം. താങ്ക് യു. അങ്ങനെ ഒരു കാര്യത്തിന് മുന്നോട്ട് വന്നതിനും അതിൽ ശബ്ദമുയർത്തി സംസാരിച്ചതിനും വളരെ നന്ദി. ഒത്തിരി ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്രദമായൊരു കോൺവെർസേഷനായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. പിന്നെ അതുകൊണ്ട് ഞാൻ പറയും, എനിക്ക് ഈ പിള്ളേരെ വളർന്നു വരുന്ന പിള്ളേരെ ഇവർ നശിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസം കൊടുക്കത്തില്ല, ഇവര് ദൈവവേലയ്ക്ക് പോകാൻ പറയും. എനിക്ക് അത് മാത്രമാണ്. എനിക്ക് ബാക്കി എന്തെങ്കിലും കാണിക്കട്ടെ. കാരണം ഈ ലോകത്തെ എല്ലാ മതങ്ങളും ഉണ്ട്, ഏതെങ്കിലും മതത്തിൽ പോയി എവിടെയെങ്കിലും ജീവിക്കട്ടെ, അതൊരു ചിന്താഗതി എനിക്ക്. പക്ഷേ ഇവർ വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല, മറ്റു പിള്ളേരോട് കളിക്കാൻ പോകാൻ പാടില്ല, കൂടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, ഇങ്ങനെയാണ് വളർത്തുന്നത്. നമ്മളെ ഒരു തീവ്രത പഠിപ്പിക്കുന്നതിൽ മാത്രമാണ് എനിക്ക് ഇവരോടുള്ള ഏറ്റവും വലിയ വിരോധം എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ ലോകത്ത് ഞാനോ അരുണോ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, ഇവിടെ എന്ത് നടക്കാനായിട്ടാണ്, ഒന്നും നടക്കത്തില്ല. പക്ഷേ എന്നെപ്പോലെ എത്രയോ പേര് വരുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആരും പുറത്തു പറയത്തില്ല. എല്ലാവർക്കും പേടിയാണ്. ഇതുപോലെ ആരെങ്കിലും വരുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. അതെ, ഒരാളെങ്കിലും എവിടെയെങ്കിലും കാണും. അയാൾക്കിത് മനസ്സിനൊരാശ്വാസം കൊടുക്കും ഇങ്ങനെ ഒരു കേൾക്കുന്ന കാര്യം. അത് തീർച്ചയാണ്, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. വളരെ നന്ദി. അങ്ങനെ വിളിച്ചതിനും ആ കാര്യങ്ങൾ പുറത്തേക്ക് പറയാനും ധൈര്യം കാണിച്ചതിനും നന്ദി. ഒറ്റയ്ക്കല്ല, നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പെന്തക്കോസ്തുകാരാണെങ്കിലും ചേട്ടാനിയന്മാരായിട്ടാണ്. ആ പെന്തക്കോസ്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടൊരു ഒറ്റ ഒരു കുടക്കീഴിലല്ല. ഈ യഹോവ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വീഡനിൽ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും നമ്മുടെ നാട്ടിലും. ഞാൻ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അവസാനിപ്പിക്കാമെന്ന്. ഈ സ്വീഡനിൽ എനിക്ക് മാനസികമായിട്ട് കുറച്ച് ഡിപ്രഷൻ, ആങ്സൈറ്റി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കെ പോയി സംസാരിച്ച് തുടങ്ങിയപ്പം പുള്ളിക്കാരി എൻ്റെ അടുക്കെ പറഞ്ഞൊരു കാര്യം, ഇതേ അനുഭവങ്ങളുമായിട്ട് ഈ ഒരു പെന്തക്കോസ്ത് വിശ്വാസമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതേ പ്രശ്നവുമായിട്ട് മറ്റൊരു ക്ലയൻറ്റും പുള്ളിക്കാരിക്കും ഉണ്ട്. അത് യഹോവ സാക്ഷി എന്നായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വീഡൻ പോലെ ഇത്രയും പുരോഗമനമുള്ളൊരു രാജ്യത്ത് ആ ഒരു കുട്ടി എന്നേക്കാൾ ഇളയതാണ്. എത്ര വയസ്സുണ്ടെന്നൊന്നും അറിയത്തില്ല, പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളെന്നാണ് പറഞ്ഞത്. എൻ്റെ ഈ ഒരു ഇതേപോലുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതാണ്, അതേപോലെ തന്നെ യഹോവ സാക്ഷിയിൽ നിന്ന്
വിട്ടതുകൊണ്ട്, ആ ഒരു വിശ്വാസം വിട്ടുകൊണ്ട് സ്വന്തം അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുകയും കൂട്ടുകാർ ഈ മനസ്സിലാകുമായിരിക്കും, അവരുടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, ഇതിനകത്തുള്ളവരേ ഉള്ളൂ, സ്വന്തം അപ്പൻ അമ്മ സഹോദരൻ എന്നവരെല്ലാം കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച ഒരവസ്ഥയിൽ ആ ഒരു മാനസികാവസ്ഥയുമായിട്ട് കോണ്ടാക്റ്റിൽ എൻ്റെ ഈ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചത്, നമുക്ക് ഒരു ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ പോട്ടെന്ന് നോക്കാം, ഇത്രയും മതം കൊണ്ട് തിങ്ങി ഈ ജീവിക്കുന്ന മനുഷ്യരാണ്, പക്ഷേ ഇതേപോലൊരു രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം അവർ മനുഷ്യരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തീവ്രത എനിക്ക് വളരെ വ്യക്തമായിട്ട് അന്ന് മനസ്സിലായതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇപ്പൊ വ്യാഴനിപ്പോ ഇത് മനസ്സിലായില്ല, അതുപോലെ അടുത്താണ്. അത് പലർക്കും അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ അപ്പൊ അത് തന്നെ നമ്മുടെ സഭയിൽ നിന്ന് പുറത്തു കഴിഞ്ഞാൽ ഇതാണ് പിന്നെ ശത്രുവായിട്ടേ കാണുള്ളൂ, പിന്നെ മിണ്ടത്തില്ല. അതുകൂടെ ഉണ്ട്. നമ്മുടെ സഭയിൽ നിന്ന് ഒരാളെ പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു കാരണം കാഴ്ച തെറ്റ് കാഴ്ച പുറത്താക്കും. പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ അവനോട് മിണ്ടത്തില്ല, ആരും മിണ്ടത്തില്ല. അവനെ ഒറ്റപ്പെടുത്തി നശിപ്പിച്ചിട്ട് അവൻ 6 മാസം കൊണ്ട് തിരിച്ചു വരാവൻ. പക്ഷെ ഇതാണ് അവസ്ഥ. ഭയങ്കര ദ്രോഹം. അവന്റെ കല്യാണത്തിനും കൊടുത്തില്ല, അവന്റെ വീട്ടിലും കയറ്റത്തില്ല, ഒരിടത്തും കയറ്റത്തില്ല. സ്വന്തം വീട്ടിൽ വന്നാൽ പോലും സ്വന്തം അപ്പനും അമ്മയും പോലും അധികം മിണ്ടത്തില്ല. അങ്ങനത്തെ തീവ്രതയാണ്. ഒന്നാലോചിക്ക്, മക്കളെക്കാളും വലുതാണ് അവർക്ക് ദൈവം എന്ന് പറയുന്നത് സങ്കല്പം. അതെ, ഒരു വ്യക്തിയെ എങ്ങനെയും മാനസികമായി തകർത്തിട്ടാണെങ്കിൽ പോലും അയാളെ തിരിച്ച് വിശ്വാസത്തിലേക്ക് എത്തിക്കുക എന്നതാണ് അവരുടെ ആദ്യത്തെ ഒരു അതെ 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 അതെ. അങ്ങനത്തെ സ്ട്രാറ്റജിയാണ് നമ്മുടെ. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു.